ഇന്ത്യക്കുമേലുൾപ്പെടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ പകരം തീരുവ ചട്ടവിരുദ്ധവും ഇല്ലാത്ത അധികാരപ്രയോഗവുമാണെന്ന് കാട്ടി US സുപ്രീം കോടതി അസാധുവാക്കിയത് കഴിഞ്ഞ മാസമായിരുന്നു. ആ വിധിയിലും പക്ഷേ സുപ്രീം കോടതി റീഫിനെ കുറിച്ച് മിണ്ടിയിരുന്നില്ല. എന്നാൽ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതി ഇക്കാര്യത്തിൽ ഇന്നലെ വ്യക്തത വരുത്തിയത് ട്രംപ് ഭരണകൂടത്തിന് തിരിച്ചടിയായി. പകരം തീരുവ അടച്ച എല്ലാവരും റീഫിന് അർഹരാണെന്ന് US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ജഡ്ജി റിച്ചാർഡ് ഈറ്റൺ വ്യക്തമാക്കി. ഇതോടെ USന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നികുതി റീഫ് പ്രക്രിയയ്ക്കാണ് കളമൊരുങ്ങുന്നത്. 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ട്രംപ് പകരം തീരുവ പ്രഖ്യാപിച്ചത്. ഏപ്രിൽ മുതൽ നടപ്പാക്കുകയും ചെയ്തു. അന്നു മുതൽ പിരിച്ചെടുത്ത തീരുവയെല്ലാം ട്രംപ് ഭരണകൂടം ഇനി മടക്കി നൽകേണ്ടി വരും. തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനികൾക്ക് മാത്രമല്ല, പകരം തീരുവ അടച്ച എല്ലാ കമ്പനികളും റീഫിന് അർഹരാണെന്ന് ജഡ്ജി പറഞ്ഞു. ഇത് സംബന്ധിച്ച കേസുകൾ കോടതി പരിഗണിക്കും. ഡിസംബർ വരെയുള്ള കണക്കുപ്രകാരം ഏകദേശം $130 ബില്യൺ ട്രംപ് ഭരണകൂടം പകരം തീരുവയായി പിരിച്ചത്. അതേസമയം റീഫ് നടപടികൾക്കായി ട്രംപ് ഭരണകൂടം സാവകാശം ചോദിക്കും. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ട്രംപ് എല്ലാ രാജ്യങ്ങൾക്കും പൊതുവായി 10% വീതം പകരം തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ഇത് പിന്നീട് അദ്ദേഹം 15% ഉയർത്തിയെങ്കിലും 10% തന്നെയാണ് പ്രാബല്യത്തിലുള്ളത്. 15% ഉത്തരവ് ഈ ആഴ്ച പുറത്തു വന്നേക്കും. ഈ വർഷം ഓഗസ്റ്റോടെ പകരം തീരുവ സുപ്രീം കോടതി വിധിക്ക് മുൻപത്തെ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും സൂചനയും ട്രംപ് ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.